ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിൽ വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടി ലോകായുക്ത. ജയിൽ ചാട്ടത്തെ തുടർന്ന് സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ലോകായുക്ത. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജു, കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയാണ് ജയിൽ ചാടിയത്. അതിലാണിപ്പോൾ ലോകായുക്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ലോകായുക്ത ആവശ്യപ്പെട്ടിരിക്കുന്നത്? സ്വാതി, ഈ പൊതുപ്രവർത്തകനായിട്ടുള്ള പായിച്ചിറ നവാസ് എന്ന് പറഞ്ഞ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലോകായുക്തയുടെ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉൾപ്പെടെ സ്വീകരിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ഉൾപ്പെടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ജയിൽ വകുപ്പിനെതിരെയും ഈ വിവാദങ്ങൾ കെട്ടടങ്ങാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകായുക്തയുടെ ഭാഗത്ത് നിന്ന് ജയിൽ വകുപ്പ് മേധാവിയോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഈ ജയിൽ ചാട്ടത്തെ തുടർന്ന് സ്വീകരിച്ച നടപടികൾ അറിയിക്കാനാണ് ലോകായുക്ത ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഈ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഒപ്പം ജയിൽ വകുപ്പ് മേധാവി, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസ് കോഴിക്കോട്, കണ്ണൂർ ജയിൽ സൂപ്രണ്ട് എന്നിവർക്ക് ലോകായുക്തയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായിട്ട് അറിയാൻ പറ്റിയിരിക്കുന്നത്. അതായത് ഈ പരാതി ലോകായുക്തക്ക് നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലോകായുക്ത ആക്ട് വകുപ്പ് 14 പ്രകാരം ഈ ഇത്തരത്തിൽ ജയിൽ വകുപ്പിൽ ലോകായുക്തയാണ് ഇപ്പോൾ ഗോവിന്ദചാമി ജയിലിൽ ചാടിയതിൽ ജയിൽ വകുപ്പിനോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ആ വിവരങ്ങളാണ് അഞ്ജു ജയപ്രകാശ് നൽകിയത്.